ഇടുക്കി മൂന്നാറിൽ ഇന്നലെ രാത്രി നടന്ന കാട്ടാനയാക്രമണത്തിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് ഇന്ന് മൂന്നാർ ഏരിയയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നു. ജോസിൽ, തീർത്തും ദാരുണമായൊരു സംഭവം തന്നെയാണ്. കാട്ടാനയാക്രമണത്തിൽ മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ മൂന്നാർ വില്ലേജ് LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അനന്യ, രാത്രി 9:30 സംഭവം. മൂന്നാറിൽ നിന്ന് കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്ക് പോയ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിന് സമീപം നിലയുറപ്പിച്ചിരുന്ന ആന ഓട്ടോയുടെ ശബ്ദം കേട്ട് പാഞ്ഞെടുക്കുകയും ഓട്ടോയിൽ തുമ്പിക്കൈ ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന മണി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തുമ്പിക്കൈ ഉപയോഗിച്ച് ഇയാളെ അടിച്ചിട്ടു. സമീപത്തെ ഓടയിലേക്ക് മണിയെ തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി എറിയുകയായിരുന്നു. ഓടയിൽ വീണ മണിയെ അവിടെ വെച്ചും ഈ ആന ആക്രമിച്ചു. വാഹനത്തിൽ മണിയെ കൂടാതെ കൊച്ചുകുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും 2 അന്യസംസ്ഥാന തൊഴിലാളികളുമാണ് ഉണ്ടായിരുന്നത്. കുട്ടിയും മാതാപിതാക്കളും ഈ ഓട്ടോയുടെ അടിയിൽ അകപ്പെട്ടു. ഈ സമയം അതുവഴി വന്ന ഒരു ജീപ്പ് ഡ്രൈവറാണ് രക്ഷാപ്രവർത്തനം നടത്തി മണിയെയും മറ്റുള്ളവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ഓട്ടോയുടെ അടിയിൽ അകപ്പെട്ടെങ്കിലും കുട്ടി വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓട്ടോയിലുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മണി മരണപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് മൂന്നാർ വില്ലേജിൽ LDF ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അനന്യ, ഇടുക്കി മൂന്നാറിൽ കാട്ടാനയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇന്ന് ഇടുക്കി മൂന്നാർ വില്ലേജിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസിൽ.